പാലക്കാട് ബി.ജെ.പി. മുൻ കൗൺസിലർ എസ്.പി. അച്യുതാനന്ദന്റെ വീട് ആക്രമിച്ച കേസിൽ യുവമോർച്ച മണ്ഡലം ഭാരവാഹി പിടിയിൽ. മണലി സ്വദേശിയും യുവമോർച്ച പാലക്കാട് മണ്ഡലം ഭാരവാഹിയുമായ രാഹുലിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. സമൂഹമാധ്യമത്തിൽ അച്യുതാനന്ദൻ ഇട്ട കമന്റാണ് ആക്രമണത്തിന് കാരണം. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുകയാണ്. ആഷിഖ്, ഇത്തരത്തിലൊരു വീട് കയറിയ ആക്രമണത്തിലേക്ക് മുതിർന്നത് ഒരു വ്യക്തിവൈരാഗ്യമാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രതിക്ക് മേൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? ബുധനാഴ്ചയായിരുന്നു ഈ ഒരു ആക്രമണം നടന്നത്. ബി.ജെ.പിയുടെ മുൻ കൗൺസിലറായിട്ടുള്ള സി.പി. അച്യുതാനന്ദന്റെ വീടിന് രാത്രി 12 മണിയോടുകൂടിയാണ് 5 അംഗ സംഘം ആക്രമിച്ചത്. കാറിലും ബൈക്കിലുമായി എത്തിയ സംഘമായിരുന്നു ആക്രമിച്ചത്. ഇതിൽ വീടിന്റെ ജനൽ ചില്ലുകൾക്കടക്കം അപകടത്തിൽ പരിക്കേറ്റിരുന്നു. തുടർന്ന് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആക്രമണത്തിന് പിന്നിൽ യുവമോർച്ച ഭാരവാഹികളാണ് എന്നുള്ളതാണ്. മണലി സ്വദേശിയും യുവമോർച്ച മണ്ഡലം ഭാരവാഹിയായ രാഹുലാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കൂടാതെ അനുജിൽ, അജേഷ് കുമാർ, സീനപ്രസാദ്, മഞ്ഞളൂർ സ്വദേശി അജേഷ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് ഈ ഒരു ആക്രമണം എന്നുള്ളതാണ് പ്രധാനം. ഈ സി.പി. അച്യുതാനന്ദൻ എന്ന് പറയുന്നത് ഈ ശോഭാ സുരേന്ദ്രന്റെ അനുയായിയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ശോഭാ സുരേന്ദ്രൻ അടക്കം അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ടാണ് ഈ ആക്രമണം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനോട് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ വിഷയം അറിയില്ല എന്നൊരു കാര്യമാണ് പ്രതികരിച്ചത്. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റും ഇത്തരത്തിലൊരു പാർട്ടിപരമായിട്ടുള്ള ആക്രമണമാണോ എന്നുള്ള വിഷയത്തിൽ പ്രത്യേകിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിപ്പോൾ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാവുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ എന്നിവരാണ് ഇപ്പോൾ ചർച്ചയിൽ മുൻപന്തിയിലുള്ളത്. ഇതിൽ ഈ ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന ആളാണ് സി.പി. അച്യുതാനന്ദൻ. അങ്ങനെ അനുകൂലിക്കുന്ന ഒരു പോസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇനിയും ദിവസങ്ങളിലും ഈ ഒരു ചർച്ച സജീവമാകുമെന്ന് ഉറപ്പാണ്. പാലക്കാട് ബി.ജെ.പി. ഈ ഒരു ഭിന്നത, അതായത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വലിയ ഭിന്നതയുണ്ടെന്നുള്ള കാര്യം കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നിരുന്നു. സ്ഥാനാർത്ഥിത്വമായി കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും അടക്കം വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം ബി.ജെ.പിക്ക് വലിയ പേരിട്ടുള്ള മണ്ഡലം കൂടിയാണ് പാലക്കാട്. ശോഭാ സുരേന്ദ്രൻ 2014 സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ഡലം സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി വലിയ ശ്രമം നിലവിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ശോഭാ സുരേന്ദ്രനെ അനുകൂലിച്ചതിന്റെ പേരിൽ സി.പി. അച്യുതാനന്ദന്റെ വീട് ആക്രമിക്കുന്ന നിലയുണ്ടായത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ 5 യുവമോർച്ച പ്രവർത്തകരെ പാലക്കാട് ബി.ജെ.പി. മുൻ കൗൺസിലർ എസ്.പി. അച്യുതാനന്ദന്റെ വീട് ആക്രമിച്ച കേസിൽ ഇപ്പോൾ യുവമോർച്ച നേതാവായ രാഹുലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന് ആഷിഖ് റഹ്മാൻ.